ഗുഡ് മോർണിംഗ് വിബിയച്ച, സുഖമല്ലേ? ഇന്നലെ നമ്മുടെ വികാരി അച്ഛനായ വിനു അച്ഛൻ പറഞ്ഞു നാളെ വൈദികരുടെ തിരുനാൾ ദിവസമാണ്. അതുകൊണ്ട് നിങ്ങൾക്കിഷ്ടപ്പെട്ട, നിങ്ങൾക്ക് അറിയാവുന്ന വൈദികരെ വിഷ് ചെയ്യണമെന്ന്. എനിക്കാദ്യം ഓർമ്മ വന്നത് അച്ഛനെയാണ്. അതാണ് ഞാൻ വാട്സപ്പിൽ ഈ വോയിസ് മെസ്സേജ് അയക്കുന്നത്. ചേച്ചി എപ്പോഴും ഓർക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. തിരുനാൾ ദിനത്തിൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ആശംസകളും നേരുന്നു. തൃക്കരിപ്പൂരിലെ എൻ്റെ കസിൻ ചേച്ചിയായ സുജേച്ചി വൈദികരുടെ തിരുനാൾ ദിനത്തിൽ എനിക്ക് അയച്ച ഒരു വോയിസ് മെസ്സേജാണിത്. കേട്ടപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി. കാരണം ഏതൊരു വൈദികനും തൻ്റെ ജീവിതത്തിൽ കേൾക്കുവാൻ ആഗ്രഹിക്കുന്ന വാക്കുകളാണ് എപ്പോഴും ഓർക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട് എന്നത്. ഒരു ക്രൈസ്തവ വിശ്വാസിയുടെ വിശ്വാസ ജീവിതത്തിലെ ഒരു അവിഭാജ്യ ഘടകമാണ് പുരോഹിതർ. അവരെ ഒഴിവാക്കിക്കൊണ്ടോ അവരെക്കുറിച്ച് ചിന്തിക്കാതെയോ ഒരു വിശ്വാസിക്ക് ഇഹലോക ജീവിതം കടന്നു പോകുവാനാകില്ല. ജനിച്ചു വീണ ദിവസങ്ങളിലെന്നോ തലയിൽ വീഴുന്ന മാമോദിസ വെള്ളം മുതൽ മരണസമയത്തെ അവസാന പ്രാർത്ഥന വരെ ഒരു വിശ്വാസിയുടെ ജീവിതം പുരോഹിതരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, കടപ്പെട്ടിരിക്കുന്നു. ദേശത്തിൻ്റെ തന്നെ മുഖച്ഛായ മാറ്റിമറിച്ച, ജാതിയുടെയോ മതത്തിൻ്റെയോ മുഖം നോക്കാതെ എല്ലാവരെയും ഒരേ ദൈവത്തിൻ്റെ മക്കളായി കണ്ട് എല്ലാവർക്കും നന്മ ചെയ്ത് കടന്നുപോയ എത്രയോ വന്യ വൈദികരുടെ ഭൂമിയാണിത്. തങ്ങളെ തന്നെ മറന്ന് ദൈവജനത്തിൻ്റെ ജീവിത ഉന്നമനത്തിനു വേണ്ടി ഉരുകിത്തീർന്ന മെഴുകുതിരികളാണവർ. അവർ ഉയർത്തുന്ന കാസയിൽ ദൈവജനത്തിൻ്റെ കണ്ണീറുണ്ട്, അർച്ചനയുണ്ട്. ലോകത്തിലായിരുന്ന് ലോകത്തിൻ്റേതല്ലാതാകുന്ന നസ്രായൻ്റെ പിൻഗാമികൾ. അവർ നമ്മുടേതാണ്. ചെറുപ്രായത്തിൽ തന്നെ സ്വന്തമായതെല്ലാം വിട്ടുപേക്ഷിച്ച് വന്നവർ. ആർക്കൊക്കെയോ ഹൃദയത്തിൻ്റെ കോണിൽ ചേർത്ത് പിടിക്കുവാൻ സാധ്യമാകുന്നത് നഷ്ടമാക്കലിൻ്റെ സുവിശേഷത്തിന് ഇവർ മാതൃകയായതുകൊണ്ടാണ്. അതെ, വൈദികരെ നമുക്കാവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ വൈദികരുടെ രാജ്ഞിയായ പരിശുദ്ധ മറിയത്തോടും വൈദികരുടെ മധ്യസ്ഥനായ വിശുദ്ധ ജോൺ മേരി വിയാനിയോടും നമുക്ക് വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. വിശുദ്ധിയോടും വിശ്വസ്തയോടും കൂടി അവർ ജീവിക്കുവാൻ, വിളിയിൽ സ്ഥിരതയുള്ളവരാകുവാൻ, പ്രലോഭനങ്ങളുടെ കാസകൾ ചുണ്ടോട് ചേർക്കാതിരിക്കുവാൻ, ആരെ വിഴുങ്ങണമെന്നോർത്ത് സാത്താൻ അലറിപ്പാഞ്ഞ് നടക്കുന്ന ഈ സമയത്ത് നമ്മുടെ പ്രിയ വൈദികരെ എല്ലാവിധ മാലിന്യങ്ങളിൽ നിന്നും ഇടർച്ചകളിൽ നിന്നും പരിശുദ്ധ കന്യകാമറിയം അമ്മയുടെ നീലയങ്കിക്കുള്ളിൽ പൊതിഞ്ഞു സൂക്ഷിക്കട്ടെ. ജീവിതത്തിലെ സന്തോഷങ്ങളിലും സങ്കടങ്ങളിലും ആശ്വാസമായും കൂതാശയായും പ്രാർത്ഥനയായും മാറുന്ന ഓരോ പുരോഹിതനെയും നമുക്കോർക്കാം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം.